അങ്ങനെ രാജസ്ഥാൻ റോയൽസ് വിജയത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ലക്നൌവിന് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഒരു ലോ സ്കോറിംഗ് ഗെയിം ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് 160 ടാർഗറ്റ് എടുത്ത് കൊണ്ടുവരാൻ സാധിച്ചത് അവരെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അതും രാജസ്ഥാന്റെ മിഡിൽ ഓർഡേഴ്സാണ് അത്രയും ആ ഒരു ടാർഗറ്റിൽ എത്തിക്കാൻ രാജസ്ഥാനെ സഹായിച്ചതും. അതിൽ എടുത്തു പറയേണ്ട ഇന്നിങ്സ് തന്നെയാണ് ജഡേജയുടേത്. അവിടെ മനോഹരമായിട്ട് ഇന്നിങ്സ് തന്നെയാണ് കളിച്ചത് ഇത്രയും ടോട്ടൽ ഉയർത്താൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ബാക്കി മിഡിൽ ഓർഡർ ബാറ്റേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 റൺസിനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് അവരെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യശസ്വി ജയ്സ്വാൾ അതോടൊപ്പം തന്നെ വൈഭവ് സൂര്യവംശി വർക്കൗട്ട് ആയിട്ടില്ല എങ്കിൽ ഇവർക്ക് വലിയ പണി കിട്ടുമെന്ന്. എന്നാൽ ഇന്ന് അവർ വലിയൊരു സ്കോറൊന്നും അല്ല അവർ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിഡിൽ ഓർഡറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 20 റൺസ് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചു, വലിയ ബെനിഫിറ്റായി. LSGന്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മായങ്ക് മാത്രം അവിടെ എക്സ്പെൻസീവ് ആയിപ്പോയി. മായങ്കിന്റെ ആ ഒരു എക്സ്പെൻസീവ് ഫിഗർ ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ആ ഒരു എക്സ്പെൻസീവ് ഫിഗറാണ് ഒരു പക്ഷേ ഈ ഒരു മത്സരം തോക്കാൻ LSG കാരണമായതെന്നും വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ടുള്ള സമയത്ത് ഇവർ വിക്കറ്റ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു റൺസ് ഇത്രയും കൂടിപ്പോയത് അത് ഈ ഒരു പിച്ചിൽ ചേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ നമ്മൾ LSG ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ മാർഷിന്റെ ബാറ്റിംഗ് പ്രകടനം അടിപൊളിയായിരുന്നു. പുള്ളി പൊരുന്നാവുന്നിടത്തോളം പൊരുതി നോക്കി, പക്ഷേ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ടോപ്പ് ഓർഡേഴ്സ് അവിടെ ഡക്കാവുകയും ചെയ്തു. അതെ, 3 ഡക്കായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു ടോപ്പ് ഓർഡറിൽ നിന്നുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ഒരു രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് സൈഡിന്റെ പ്രകടനം. എറിഞ്ഞ എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട്. രാജസ്ഥാൻ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫിഗേഴ്സാണ് ഏറ്റവും എക്സൈറ്റിങ്. ഭയങ്കര കിടിലൻ എക്കോണമിയിലാണ് അവരെല്ലാവരും ബോൾ ചെയ്തത്. ഇപ്പോൾ ആർച്ചറൊക്കെ നല്ലൊരു സ്റ്റാർട്ടാണ് വെച്ചു കൊടുത്തത്. പഴയ ആർച്ചറിൻ്റെ ആ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചു വരികയെന്ന് തോന്നുന്നു. അവിടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിക്കോളാസ് പൂരൻ അത്യാവശ്യം ഒന്ന് സെറ്റിലായി വരികയായിരുന്നു. സെറ്റിലായി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പുള്ളി ഇങ്ങനെ പുള്ളി വരിക അടിക്കുക പോവുക എന്നൊരു സെറ്റപ്പായിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ പുള്ളിക്ക് പറ്റിയൊരു കണ്ടീഷനായിരുന്നു. പക്ഷേ അതും ആ ഒരു ഫിഗർ കയറ്റി കൊണ്ടുവന്നിട്ട് പുള്ളി ജയിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവസാനം നടന്നില്ല, പുള്ളിയുടെ വിക്കറ്റ് അവിടെ പോയി. എന്തായാലും LSGയെ സംബന്ധിച്ച് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോയങ്ക മിക്കവാറും ഋഷഭ് പന്തിനെ പിടിച്ച് പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്.